ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ന് തന്നെ ഇരിക്കട്ടെ, അത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഗോൾഡൻ റൂൾസ് എന്തൊക്കെയാണ്? അപ്പോൾ അത് പറയുന്നതിനെക്കാട്ടി മുമ്പ് മാനേജ്മെൻറ്റിൻ്റെ 3 റൂൾസിനെ കുറിച്ചും ഞാൻ പരിചയപ്പെടുത്തി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് റൂളാണ്. ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് റൂൾ എന്ന് പറയുമ്പോൾ ക്യാരറ്റ് എന്ന് പറയുന്നത് നമുക്ക് സമ്മാനവും, അതുപോലെ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വടിയെടുത്ത് അടിക്കുക എന്നാണ് അല്ലേ? അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും പറ്റുമെങ്കിൽ വാണിങ്ങും കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ 80-20 എന്ന് പറയുന്ന നിയമം. അതിലൊപ്പം തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 80-20 റൂളിൽ 80% ആൾക്കാരും ചിലപ്പോൾ മടിയന്മാരായിരിക്കും. ഇനി 20% ആൾക്കാരായിരിക്കും 80% ആൾക്കാരുടെ കാര്യം ചെയ്യുക. ഇതാണ് സാധാരണ രീതിയിലുള്ള ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 80-20 റൂളിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ 20-80 റൂൾ എന്നാണ് പറയേണ്ടത്. 80% ആൾക്കാരും സക്സസ്ഫുൾ ആയിട്ട് വർക്കൗട്ട് ചെയ്യണം, എന്നാൽ മാത്രമാണ് സ്ഥാപനം ഡെവലപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ രണ്ടാമത്തെ കാണുന്ന മാനേജ്മെന്റ് റൂൾ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ബെറ്റർ ആൻഡ് സക്സസ്ഫുൾ CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. അവിടെ കസ്റ്റമർ ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിന് കയർക്കാം, ദേഷ്യപ്പെടാം. ഗാന്ധിജി പറയണ പോലെ കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണ് അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ കസ്റ്റമറിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പിണക്കാൻ പാടില്ല. പക്ഷേ ഒരു പുഞ്ചിരിയോട് കൂടി ഒരു നല്ല ഒരു 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 അഡ്യൂ അവർക്ക് കൊടുക്കാം അല്ലേ? എന്താ അഡ്യൂ? ബൈ ബൈ എന്ന് പറയുന്ന, അവരെ വേർപിരിയുന്ന സമയത്ത് അവരോട് പറയാം, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും എന്നെ സമീപിക്കാമെന്ന്. ഒരു പഠിപ്പിക്കാനായിട്ട് ഒരു സ്ഥാപനത്തിൽ ഞാൻ ഫിസിക്സ് അധ്യാപകനായിട്ട് പോയിട്ടുള്ള ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഉണ്ടായ കാര്യമാണ് കേട്ടോ. കഥ എന്ന് പറഞ്ഞാലും സംഭവം എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയും. ആ സ്ഥാപനത്തിൽ +1 പഠിക്കാനായിട്ട് ജോയിൻ ചെയ്ത കുട്ടി ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥാപനത്തിൽ പോവുകയാണ് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ കുട്ടിയുടെ പാരൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അയാൾ വളരെ ഗൗരവത്തിലും ദേഷ്യത്തിലുമാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഈ സ്ഥാപനത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ടുണ്ടോ? അതിനൊന്നും അവർ മറുപടി പറഞ്ഞില്ല. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ആ സ്ഥാപനത്തിൽ നിന്ന് പോയി വേറൊരു സ്ഥാപനത്തിലേക്ക് പഠിക്കാനായിട്ട് ചെന്നു. പിന്നീട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ സുഹൃത്തുക്കളെല്ലാം മറ്റൊരു സ്ഥാപനത്തിലായ കാരണം ആ ഒരു ഗ്രൂപ്പിൽ തന്നെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസിനോട് പറഞ്ഞിട്ടാണ് ആള് എന്ത് ചെയ്തത്, മറ്റേ സ്ഥാപനത്തിലേക്ക് പോയി. കുട്ടിയുടെ +1 കഴിഞ്ഞു. ഞങ്ങൾ ആ കുട്ടിയെ മറക്കുക തന്നെ ചെയ്തു. +2 പഠിക്കാൻ ആ കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പാരന്റ് വീണ്ടും എൻ്റെ അടുത്തേക്ക് വരാണ്. മാഷിന് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഒരു വർഷം മുമ്പുള്ള കുറേ കുട്ടികളുള്ള കാരണം കൊണ്ടും പാരൻസിനെ മീറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. കുട്ടിയുടെ പേരൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് സോറി പറയാണ്. സാറേ, കൂട്ടുകാർ കൂടി ഒരുമിച്ച് പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അവൻ്റെ ഇഷ്ടത്തിന് വിട്ടതാണ്. പക്ഷേ കൂട്ടുകാർ കൂടി അവൻ വഷളായി. അവൻ്റെ ബാഗിൽ നിന്ന് ഒരു മദ്യത്തിൻ്റെ ബോട്ടിലാണ് കിട്ടിയത്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കൂടെ പഠിക്കാൻ പോയി അവൻ്റെ സുഹൃത്താണ് അവന് കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്നത്, പിന്നീട് ആ കുട്ടി അവിടെ തന്നെ ആ സ്ഥാപനത്തിൽ തന്നെ തിരിച്ചു വരാനുള്ള കാരണം, ഞാൻ അവർ പോകുന്ന സമയത്ത് അവരോട് ഒരേ ഒരു കാര്യം മാത്രമേ ആ കുട്ടിയുടെ അച്ഛനോട് സംസാരിച്ചുള്ളൂ. സാറേ, നിങ്ങൾ വേറെ എവിടെ വേണമെങ്കിലും പോവാം, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സാറ് നിർത്തിപ്പോയല്ലോ എന്ന് വിചാരിച്ചൊരു മടി കാണിക്കേണ്ട. ഓൾവേസ് വി ആർ റെഡി ടു ഹെൽപ്പ് യു. ഇതാണ് ആ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് അദ്ദേഹം പറഞ്ഞു.
അപ്പോൾ 3 മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് ഞാൻ പറഞ്ഞത്. 1 കാരറ്റ് ആൻഡ് സ്റ്റിക്ക് മെത്തേഡ്, 2 80-20 റൂൾ, ആൻഡ് 3 കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ഗുഡ് പ്രാക്ടീസ് എല്ലാം നമ്മൾ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ 100% ഡെഡിക്കേഷൻ ഉണ്ടാവണം, 100% നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം, 100% ആ ഒരു ടീമിനെ നയിക്കാനുള്ള, ടീം ഡെവലപ്മെന്റ് ചെയ്യാനുള്ള സ്പിരിറ്റ് കൊണ്ടുവരണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ നല്ലൊരു ബിസിനസ് കൺസൾട്ടൻറ്റും എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റും കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ ഹെൽപ്പോ ആവശ്യമുണ്ട് എന്ന് വരികയാണെങ്കിൽ എൻ്റെ ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകുന്നതാണ്. താങ്ക് യു. ബൈ.